സോ ഗൈസ്, എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്രോട്ടക്സ് ആണ് ഇവിടെയുള്ള മൈൻക്രാഫ്റ്റ് സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത്. മെയിൻ റൂം ഉണ്ടാക്കട്ടെ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒന്ന് ലോഡാക്കിയിരുന്നു. എന്താ വെച്ചാൽ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഇഷ്യൂ ആണ്. ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടി നന്നാക്കി എന്തൊക്കെയോ കഴിച്ച് കുറേ ദിവസം വീഡിയോ ഇടാൻ കഴിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ വേറെ ഏതോ ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തായിട്ട് മൈൻക്രാഫ്റ്റ് ഇല്ല. എന്നിട്ട് മൈൻക്രാഫ്റ്റ് ഒഫീഷ്യലിട്ട് ഏതോ ഒരു ഷോർട്സ് ഉണ്ട്, അതവിടെ എടുത്തിട്ട് എന്നിട്ടാണ് അത് വ്യൂവേഴ്സും ഇല്ല. എന്താ ചെയ്യാന്നേ, എന്തായാലും ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയതിനുള്ളൊന്ന് അതെങ്കിലും കിട്ടിയില്ലേ. നമുക്ക് കുറച്ച് കോർഡിനൻസ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. കോർഡിനൻസ് ഇത്ര ഒരാളിട്ട് ഉറങ്ങിയാൽ മതി, എന്നാൽ തന്നെ വലിയ കാര്യം. അപ്പം നമ്മളുടെ ഗോൾ എന്താ വെച്ചാൽ, ഈ എപ്പിസോഡത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് ഉണ്ടാക്കുക, എന്നിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ പോയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഇതാണ് എൻ്റെ ഗോൾ. ഇപ്പോഴേ പറഞ്ഞാൽ അത്രയും നന്നാകില്ലേ. അടുത്തതിൽ നമ്മളൊരു വില്ലേജ്, അടുത്ത എപ്പിസോഡിൽ ഒരു വില്ലേജ് കണ്ടെത്തും. വില്ലേജ് കണ്ടെത്തും. ബാക്കി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയും ഇനി എന്തിത്തെ കണ്ടെത്താൻ പോണത്. ചിലപ്പോൾ അറിയാതെ തന്നെ ഞാൻ പറഞ്ഞു പോകാനും അതും വലിയൊരു ചാൻസ് തന്നെയാണ്. ഞാൻ പലതും പറഞ്ഞോളുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് ഓക്കെ ഒന്നും കൂടി ഉണ്ട്. ഇല്ല, ഒന്നും കൂടി അഞ്ചിയോ. എടാ, ഞാൻ എപ്പോഴും ആ സാധനം പൊട്ടിച്ചോടാ. ഇത് നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ഫർണസ് ഇട്ടത് കത്തിക്കാം. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അതുവരെയ്ക്ക് അറിയില്ല. ഇത് ഞാൻ വിചാരിച്ചത് ഇതില്ലേ, നമ്മൾ നിലത്തിടാൻ കഴിയില്ല. അത് നിലത്തുനിന്ന് പൊറുക്കി കഴിഞ്ഞാൽ എൻ്റെ വിചാരം ഇത് വീടുണ്ടായി കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തൊക്കെ മുറ്റത്തൊക്കെ എടുത്തിടാന്നൊക്കെയാണ് എൻ്റെ വിചാരം. പക്ഷെ അത് കഴിയില്ല എൻ്റെ അവസ്ഥയും. എടാ, ഇത് ഇടാൻ കഴിയണമാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇടാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. ഇതിവിടെ ഒരു കുച്ചിട്ടൊക്കെ അവിടെ കുച്ചിന് വളർന്നു. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇതെടുക്കുക. എടാ, ഇങ്ങനെ കഴിച്ചിട്ട് ഒരെണ്ണത്തിൽ ഇത്രയും എണ്ണം കിട്ടും. അപ്പോൾ ഇത് ഇത്രയും ചെറുതുണ്ടാക്കണേ. പക്ഷെ സൈസിനൊരു വ്യത്യാസമില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ക്രാഫ്റ്റിംഗ് ടേബിൾ, പിക്കാക്സ്, ഒരു സ്വോർഡും ഒരു സ്വോർഡ്. അത് കഴിഞ്ഞു നമ്മൾ മുന്നേറിയതൊക്കെയും. അപ്പം എന്നത്തെയും പോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പം അടുത്ത മാസം നിങ്ങളുടെ എക്സാം ആണെന്ന് മനസ്സിലായി. ഒക്ടോബർ 1 എക്സാം എന്ന് മനസ്സിലായിട്ടുണ്ട്. അച്ചു അപ്പം വീട്ടുകാർ വിളിച്ച് അപ്പം താഴത്തേക്ക് പോകുമ്പോൾ വന്ന് എന്നോടൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കിയൊന്നതാക്കിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് തന്നെ കാണാൻ കഴിയും. എൻ്റെ ചെറിയ സ്ക്രീൻ റെക്കോർഡർ കാണാൻ കഴിയും. അതെന്താ വെച്ചാൽ പുതിയ സ്ക്രീൻ റെക്കോർഡർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതിൽ എന്താ പ്രശ്നമല്ല, പശുവിനെ അടിച്ചു കൊല്ലണോ? വി ആർ ഹ്യൂമൻസ് നോട്ട് മോൺസ്റ്റേഴ്സ്. നമ്മൾ ബേബീസിനെ അറ്റാക്ക് ചെയ്യില്ല ഒരിക്കലും. ടെക്നോബ്ലേഡ് ഈസ് ഗുഡ്. എടാ, പിന്നെ ഡോണ്ടസപ്പി പറഞ്ഞു നോക്കടാ. ഡോണ്ടസപ്പിൻ്റെ ആരും ഡോണ്ടസപ്പി കാണണ്ടെന്ന് പറയും. ടെക്നോബ്ലേഡിന് ട്രാഷാണ്. ഞാൻ അത്രയും കാലം ഓൻ്റെ ഇത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിനി. പിന്നെ ഞാൻ ഓൻ്റെ ലൈവ് അത്ര നേരം ഒന്നും കാണില്ല, കുറച്ച് നേരം കാണും. അതാക്കിടും. എങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ ഷെയർ ഇട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്ത് വെച്ചത്. ഫാൻ ബേസിൻ്റെ ആണ്, എന്തിൻ്റെയാണെന്ന് അറിയില്ല. ഷോർട്സ് കണ്ട് ടെക്നോബ്ലേഡ് ഈസ് ട്രാഷ് എന്ന് പറഞ്ഞിട്ട് അത് കണ്ടതോടേക്ക് ഓനായിട്ടുള്ള ഹെയ്റ്റ് തുടങ്ങി. പിന്നെ ഞാനോട് മിണ്ടാറില്ല. ഞാൻ ഇതിനോട് മിണ്ടാറൊന്നല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. പിന്നെ ടെക്നോ ആണോ ഡ്രീമോ ആണോ വേറെ ഏതാ ജയിക്കുക വെച്ചാൽ ഒന്ന് ചാറ്റിൽ വന്ന് ടെക്നോബ്ലേഡ്. അപ്പം എന്നിട്ട് പറയാം ബോത്ത് ആർ ട്രാഷ് എന്ന്. ഈ വിവരദോഷിനൊക്കെ എന്ത് പറയാനാണ്? എന്ത് പറയാനാണ്? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എടാ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ മറന്നു ഞാൻ.
മൂന്നെണ്ണത്തോണ്ട് കഴിയൂ. ഓ ഇല്ല, ഒന്നും കൂടി വേണം. മരമെവിടെ, മരമെവിടെ? ഓ മരമെവിടെ? അത് അവിടെയുണ്ട്. നമുക്ക് വേഗം പോയി മുറിക്കാം. എടാ എനിക്ക് എവിടെന്നെങ്കിലും ഒരു കയറ് കിട്ടണ്ടീനടാ, സീറ്റ് കേട്ടോ. ഓ എടാ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോയെന്ന് എനിക്കറിയില്ല. ഈ കഴുതിയിൽ നമുക്ക് ഇഷ്ടമാതിരി ലൂട്ട് വെക്കാൻ, ചെസ്റ്റില്ലേ അതിൻ്റെ മുകളിൽ വെച്ചെങ്കിൽ ഇഷ്ടമാതിരി അങ്ങോട്ട് നമുക്ക് വെക്കാൻ കഴിയും. പിന്നെ ഞാനൊരു മോഡ് പാക്ക് ഇടയിൽ മറന്നു. ലെഫ്റ്റ് ഹാൻഡിൽ ഏതാക്കാൻ കഴിയണം, മറന്നിക്കണോ? ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡിൽ വെക്കാൻ കഴിയണം. പിന്നെ ബാഗ്, മൈൻക്രാഫ്റ്റ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ബാഗിൻ്റെ ഒരു ഇതുണ്ട്, ബാക്ക് പാക്കിൻ്റെ ഒരു ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്. അത് ഞാൻ എന്താ നാച്ചുറലായിട്ട് ഇടയ്ക്കാൻ മറന്നു പോയത് തന്നെയാണ്. മറ്റേത് ഏടായിക്കണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മീറ്റിനൊക്കെ എന്താ സ്ട്രോങ് അല്ലേ? ഇല്ല കഴിയുന്നില്ലടാ. ഒന്നും കൂടി നോക്കാം. ഇല്ല, മറന്ന് ഒരു കാര്യം. തൂത്താത്ത നമ്മൾ ക്ലച്ച് കാണാൻ കഴിയും. നമുക്ക് സേഫ്റ്റിക്ക് ബ്ലോക്ക് കൈ പിടിക്കാൻ വേണ്ട. ഓ നമ്മൾ അത്രയും പ്രോ ആയിട്ടുണ്ട്. നമുക്ക് വാട്ടർ ക്ലച്ചൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത്രയും വലിയ പ്രോ പ്ലേയേഴ്സാണ് നമ്മൾ. എന്താണ് കേൾക്കുന്നില്ല എനിക്ക്? പ്രോ പ്ലേയേഴ്സാണ്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് കോള് കാണാം. അവിടെ അയാളല്ലേ? അതിന് നമുക്ക് കോളൊന്നും എത്തിയിട്ട് എനിക്ക് താഴത്തേക്ക് പോകുന്ന പേടിയുണ്ട്. നിങ്ങൾ എൻ്റെ ഇവിടുത്തെ ഈ ബട്ടൺ ശ്രദ്ധിച്ചോ? ഈ ഒരു ബട്ടൺ എൻ്റെ ഇതിനടുത്തുള്ള അതെന്തിനും ഉപകാരം എന്ന് വെച്ചാൽ, വേറെ എന്ന് വെച്ചാൽ ട്രീസ് ഇട്ടാണ്, എൻ്റെ ട്രീൻ്റെ കട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് PvP ചെയ്യുമ്പോൾ ഭയങ്കര ഉപകാരം ഇഷ്ടമാണ്. നമ്മളതിൽ ഓൻ്റെ ഉള്ള അതേ സാധനം നമ്മളതിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനം ഓൻ്റെ നേരെ നോക്കുക, ഈ പ്ലസ് മാർക്കില്ലേ നേരെ നോക്കുക, അവിടെ എടുക്കുക. അത് നമ്മളെ ഇൻവെൻറ്ററിയിൽ പെട്ടെന്ന് വരും. എന്നിട്ട് ആ സ്വിച്ച് ചെയ്യുക. എന്നിട്ട് അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും PvP കളിച്ചിട്ടാണ്. അങ്ങനത്തെ കുറേ ഞാൻ സ്പ്രിൻ്റ് അടിച്ച് കൊല്ലാൻ പോകുമ്പോഴേക്ക് ബഗ് റോക്കിലൊക്കെ ബഗ്ഗാച്ചിട്ടാണ്. ഞാൻ അങ്ങനെ പറക്കാൻ നോക്കും. പറക്കാൻ എൻ്റർപോൾ എടുത്ത് എറിയുക. ഞാൻ ബ്ലോക്കിനുള്ളിൽ കയറി കൊടുങ്ങുക. എന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാട്ട കഴിയുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ എൻ്റർപോൾ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ കൊന്ന് പിന്നെ എൻ്റെ വാട്ടർ ബക്കറ്റ് എടുത്തുകൊണ്ട് പോയിക്കാൻ. പക്ഷെ ഓനാണ് നാച്ചുറലായിട്ട് ഓനെ ജയിക്കുക. എന്ന് വെച്ചാൽ ഞാനായിട്ട് പോയി ചത്താണ്. ബഗ് റോക്കിൽ ബഗ് ഉണ്ടായിട്ട് ഈ സ്ഥലമില്ല. ടക്ക ഒന്ന് അപ്പുറത്തേക്ക് പോയി എവിടെയാണ് അയ്യാണുള്ളത്. തൂത്താത്ത. പിന്നെ എൻ്റെ ലൈവല്ല വീഡിയോ ഒക്കെ എൻജോയ് ഉണ്ടെന്ന് പറയാൻ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഒന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തിയിട്ട് എന്നൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നാകും. എന്നുവെച്ചാൽ ഞാൻ അത്രയും ഹാപ്പി ആകും. ഓ മൈ ഗോഡ്. കണ്ട് എടേ തൂത്താത്താടെ നമ്മളിൽ മറ്റേ ട്രാപ്പ് ഡോർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത് മാത്രം പൊട്ടിച്ച് പോയാൽ മതി. ഇനി നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് വെക്കാൻ കഴിയും. വെയിറ്റ്, നമുക്ക് ആദ്യം ഇവിടുത്തെ പൊട്ടിക്കാം. നമ്മൾ ഈ താഴത്തേക്ക് പോകില്ല എന്നുള്ള ഒരു കരുത്ത് നമുക്ക് വേണം. നമുക്ക് ആ കരുത്തുണ്ടായിട്ട് കാലം നമ്മൾ താഴത്തേക്ക് നാച്ചുറലായിട്ട് ഫാളായി വീഴും. വെച്ചാൽ നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് വെക്കാം. നിലത്തും കായ കണ്ടടാ. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് ആ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് താഴത്തോട്ട് ഇതെടുത്തിട്ട് വരാം. പിന്നെ എനിക്ക് ഇതുണ്ട്. എനിക്ക് ഇപ്പോൾ അടുത്തൊരു പ്രാന്ത് തുടങ്ങിയിരിക്കണ്. എല്ലാവരും ഷീപ്പിനെ ബോട്ടിലാക്കുക. ബട്ട് ഞാൻ വില്ലേജേഴ്സിനെയാണ് ആക്കൽ. മുമ്പിലും ബാക്കിലും വില്ലേജേഴ്സിനെ തിരിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പല വഴി നോക്കി. അങ്ങനെ കഴിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കഴിയുന്നില്ല. അപ്പം തിരിച്ചു നിർത്താൻ കഴിയില്ല.
അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരണേ. പിന്നെ 2 വില്ലേജാണ് എനിക്ക് ഒരുമിച്ച് നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞു തരും. എനിക്ക് അതേമാതിരി ചെയ്തിട്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. എടാ സോംബീസൊക്കെ ഉണ്ടോ അവിടെ? സമയം 3:55. ഇതൊന്ന് ഓർത്ത് വെക്കണം, എന്നാൽ ഒരു ഉപകാരപ്പെടും. മിക്കവാറും ഞാൻ ഇപ്പം തന്നെ ചാവും. ഇതിനാണ് ഞാൻ കോർഡിനൻസ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ സ്കിൻ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഒന്ന് ക്യാമറ ബട്ടൺ. യെസ്, ഇതാണ് എൻ്റെ സ്കിൻ. എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താൽ കേട്ടോ. തക്ക 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 എൻ്റെ കാലിലടിക്ക് നോക്കൂ. എടാ കുറച്ച് മുമ്പോട്ടേക്ക്. അതന്നെ, അടിപൊളിയല്ലേ? സെറ്റല്ലേ? കാണുമ്പോൾ തന്നെ ക്രഷ് അടിക്കണല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ. എൻ്റെ കിരീടം ഒന്ന് സെറ്റാക്കാണ്ട് അത്രേ ഉള്ളൂ. അതിനെന്തൊക്കെയോ ഒരു പ്രശ്നം കണ്ടിക്കണ ഞാൻ. അപ്പം ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും മിക്കവാറും. എന്ന് വെച്ചാൽ ഇപ്പം 11 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം മിക്കവാറും ഞാൻ ഇപ്പം പോയി ചാവും. അപ്പം ഞാൻ അതിൻ്റെ ലൂട്ടെടുത്ത് ഞാൻ ക്രിയേറ്റ് യൂസ് ചെയ്യാതെ ഇതെടുത്താണ് തെളിയിപ്പിക്കാനുള്ളത്. ഇത് വേണ്ടി വരും മിക്കവാറും. ഇതും കൂടി പൊട്ടിക്കാനുള്ള ഉണ്ടാവുള്ളൂ. പൊട്ടി എൻ്റെ കരിനാ വരെ. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ആർക്കും എന്ത് ആഗ്രഹം നിറവേറ്റാനുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടോളൂ. എന്നിട്ട് ഞാൻ പറയാം എന്താഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് വായിച്ച് നടത്തി തരുന്നതാണ്. എൻ്റെ കരിനാവാണ്. പിന്നെടാ എനിക്ക് ഈ മൈൻക്രാഫ്റ്റിൽ എൻ്റെ ഫ്രണ്ട് പറയാനുള്ള ഡിവോർട്ടെക്സ് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് വേറെയും കുറച്ച് ഫ്രണ്ട്സിനെ വേണം, അവരോട് കളിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് വരണേ ആരെങ്കിലും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഞാൻ ഒരു SMB തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനും ഡിവോർട്ടെക്സും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എന്തായാലും തുടങ്ങും ഞങ്ങൾ. ഞങ്ങൾക്ക് ഫ്രീ ഒരു ഹാക്കറോ എൻ്റെ എൻ്റെ കൂടെ പഠിക്കുന്ന ചങ്ങായി ഒരു VPS വിൽക്കുന്നുണ്ട്. അപ്പം ഓലെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തരികയാണ്. ഓല സർവർ എത്ര സ്റ്റേബിലിറ്റിയാണ് SMB അതിൽ ഞാനും പിന്നെ ഓലൊക്കേക്കും ഓണേഴ്സിൽ ഉണ്ടാവുക. അപ്പം അതൊക്കെ ഇതാ ഞാൻ ചെയ്യാം. അപ്പം കഴിയണതും എനിക്ക് എന്തെങ്കിലും ഡൊണേഷനൊക്കെ തരാൻ നോക്കുക. ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി GPay ഇല്ല, ATM കാർഡ് കിട്ടിയില്ല. അപ്പം അത് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ GPay നമ്പർ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മോഡും ഇല്ല. അപ്പോൾ ഞാൻ ആ മോഡ് നിങ്ങളൊരു സാധനം കണ്ടോ? ഇപ്പോൾ ഞാൻ കണ്ടതാണോ അല്ലെങ്കിൽ ഞാൻ കാണാത്ത മാതിരി നിൽക്കുകയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ കാണാത്ത മാതിരി നിന്നത് തന്നെയാണ്. ഞാൻ 1 മിനിറ്റ് പറഞ്ഞു പോയത്. ഞാൻ 1 മിനിറ്റ് ബ്രേക്ക് ചെയ്യണം. 1 സെക്കൻഡ് ബ്രേക്ക്. 1 സെക്കൻഡ് 0.0001 ഒരു ബാക്കറ്റ് ഉണ്ടാക്കി നമുക്ക് അതാക്കി അത് വെക്കാം. നമുക്ക് താഴത്തേക്ക് എന്തൊക്കെ ഉണ്ടോ നോക്കാം. സോംബി 2 എണ്ണം. വേറെ എന്തെങ്കിലും എടുത്തുണ്ടോ? എനിക്ക് വയ്യ. ചത്ത കഴിഞ്ഞാൽ പ്രശ്നമാവും. എടുത്തോ പോവാ. അവിടെ ടോർച്ച് ഏതായിരുന്നോട്ടെ, അവിടെയെങ്കിലും ഉണ്ടെങ്കിൽ
പ്രശ്നമില്ലാതെങ്കിലും നിന്നോട്ടെ അല്ലേ? അതെ അതെ. തക്ക 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 തൂത്താത്ത തൂത്താത്ത തൂത്ത. ഈ വഴി ബ്ലോക്കാണ്. നമുക്ക് അപ്പം അടുത്ത വഴി നമ്മൾ തുറക്കും. നമുക്കിങ്ങനെ കറങ്ങില്ല. ഞാൻ ഇറങ്ങുമ്പോൾ നോക്കിയല്ലേ. ഇനി നമുക്ക് നേരെ പോകാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്. ഞാൻ കൊണ്ടെങ്ങനെ കയറും? നമുക്ക് ഇതിൽ കൂടെ പോവാം. ഇതാണ് നല്ല വഴി. അപ്പുറത്തുകൂടി ഞാൻ കാണും. നമുക്കവിടെ ഞാൻ വരുമ്പോൾ മറ്റേ വെള്ളച്ചാട്ടം കണ്ടീന്. നമുക്ക് അതിൽ കൂടെ കയറി പോവാം. ഇപ്പം എൻ്റെ നല്ല ക്ലച്ച് കാണാം. അയ്യോ, എടാ ഞാൻ മറ്റേ പഞ്ഞി എടുക്കാൻ പോയി. പഞ്ഞി എൻ്റെ കയ്യിലെത്തിയില്ല കേട്ടോ. നിങ്ങളത് നോക്കണ്ടേ? എടാ സ്കെൽട്ടുണ്ട്. കിട്ടല്ലേ, അടി കിട്ടല്ലേ. അടി കിട്ടാതെ രക്ഷപ്പെടണേ. ദൈവമേ, എനിക്ക് അടി കിട്ടാതെ രക്ഷപ്പെടണേ. സ്കെൽട്ടൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒന്നും കിട്ടാതെ രക്ഷപ്പെടുത്തണേ. എനിക്ക് ഫാൾ ഡാമേജ് കിട്ടാതെ ഞാൻ രക്ഷപ്പെടണേ. കുറച്ച് അയണൊക്കെ കണ്ടിട്ട് ചത്തു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്തൊരു ജീവിതമീ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത എപ്പിസോഡിൻ്റെ ഭാഗം ഞാൻ ഇപ്പോഴേ കാണിക്കാൻ. ഞാൻ ചത്തുപോയതാണ്. അപ്പോൾ അത് എങ്ങനെ ഞാൻ ക്രിയേറ്റീവ് യൂസ് ചെയ്യാതെ ഞാൻ എടുക്കണു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ എൻ്റെ ഒരു PvP കാണാൻ കഴിയും. അടിപൊളി PvP ആണ്. സ്കെൽട്ടണ് ഞാനായിട്ടുള്ള പ്രശ്നമില്ല. എന്താ ഇത് ഈ സ്ഥലയ്ക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ PvP എടുക്കാൻ തന്നത്. ഇപ്പം ഞാൻ ഇതും കൂടി PvP കാണാം. കണ്ടോ, അതിനെ ഞാൻ കൊന്നാണല്ലേ ഒറ്റടിക്കും. കണ്ട ഒരടിക്ക് കണ്ട സ്പ്രിൻ്റ് അടിച്ച് കൊല്ലാണല്ലേ. അടിച്ച് കൊന്ന അടിക്ക്. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ എല്ലാത്തിനും കൊല്ലും. ഞാൻ ഇനിയൊക്കെ കൊന്ന പിന്നെ നീ അവിടെ കടക്കൂല കേട്ടോ. എനിക്കൊന്നും പറയില്ലടാ. അത് എൻ്റെ കഴിവുകേടുകൊണ്ടാണ്. എല്ലാം ഞാൻ രക്ഷപ്പെട്ട് സോംബീസ് അതിൻ്റെ കൂടെ കയറിയതാണ്. ഓൻ്റെ കൂട്ടുകാരനായ സോംബീസാണ് അതിറ്റകളൊക്കെ. എനിക്കായിട്ടുള്ള കണ്ണെടുത്താൽ കണ്ടുകൂടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിറ്റകളൊക്കെ മോൻ്റെ അടിച്ച് പൊട്ടിക്കണം. ഇതൊരു കാര്യമെന്ന് അടുക്കളയിലൊന്ന് കേട്ടിട്ട് ദേഷ്യം പിടിച്ചു. റീസ്പോൺ അടിച്ച് വിളിച്ചും രാവിലെയല്ല അവിടെ ഒന്നും പ്രശ്നമുള്ള. നമുക്ക് നമ്മുടെ ലൂട്ട് തപ്പി പോവാം. അയ്യോ, ഞാൻ നേരെ മരത്തിനിടയിൽ കയറാൻ നോക്കിയാണ്. പക്ഷെ മരത്തിൻ്റെ മുകളിൽ തട്ടി നിന്ന് പോയതാണ്. പോകുമ്പോൾ ഇതിൽ കൂടെ ഒന്നും പോയിട്ടില്ല എന്നല്ല എൻ്റെ വിശ്വാസം. അല്ല, മഞ്ഞുമല ബോയ്സ്. അടാ, ഇപ്പോഴാണ് ആ സിനിമയുടെ പേര് ഓർമ്മ തന്നെ. മഞ്ഞുമൽ ബോയ്സ്. സുഭാഷേ കേൾക്കത്തിട്ട് സുഭാഷേ. ഗൈസ്, എനിക്ക് അങ്ങോട്ട് പോകാൻ തീരെ താല്പര്യമില്ല. താല്പര്യമില്ല. ഓരോന്നോട് നോക്കാം. സുഭാഷ് അയ്യോടാ. സോംബി കുട്ടി സോംബിക്ക് എന്താണ് അത്ര കണ്ണുകടി എന്താ അയച്ചോക്കെ സ്കൂളിൽ എല്ലാം കൂടി ഇപ്പം തന്നെ കയറിക്കോ. സ്കൾട്ടറാണ് ബേബി സോംബി. അവിടെ ബേബി സോംബിക്ക് എന്താ പ്രശ്നം എന്ന് ഇപ്പം തന്നെ പറഞ്ഞേനെ. ഒന്നും വേണം, ഇപ്പം തന്നെ കണ്ടോ നിങ്ങൾ. ഇപ്പം തന്നെ യെസ്. കിട്ടി സോഡ് കിട്ടി. ഒന്നുകൂടെ അടിച്ചു കൊല്ലാണ്. അടിക്ക് ആണ്. എനിക്ക് കയ്യില്ലടാ, ഞാൻ ചാവാൻ പോണ്. ഹാപ്പി ബർത്ത്ഡേ ഫോർ മീ
എന്ന് പാടി ആദരവുകൾ തന്നതിന് ഏവർക്കും നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജേണി പോയി കൊണ്ടുപോവുകയാണ്. നമ്മുടെ ജേണി റോട്ടക്സിൻ്റെ ജേണി. അപ്പം നിങ്ങൾ ചോദിച്ചു റോട്ടക്സ് എന്നോട് ഏതോ ഒരുത്തും റോട്ടക്സ് എന്തിനാണ് എങ്ങനെയാണ് പേര് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് ഒറ്റൊരു ആൻസറുള്ളൂ. ഞാൻ വത്ത ഹെൽ എന്ന് എടുത്താണ് വോട്ടക്സ് നേനി. ഞാൻ ആദ്യം വോട്ടക്സ് നേനി, പിന്നെ എൻ്റെ ഫ്രണ്ട് ഡ്രീവോട്ടക്സ് എന്നിട്ട് ഡിവോർട്ടക്സ്. അപ്പം ഞാൻ സിമിലർ ആകാൻ വേണ്ടിയിട്ട് റോട്ടക്സിന് പേരിട്ട് എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഓൻ പറയുക എൻ്റെ പേര് കണ്ടിട്ടാണ് ഓൻ അങ്ങനെ ആക്കിയത്. സത്യം പറയാൻ വത്ത ഹെലിൽ നിന്ന് എടുത്തിട്ട് റോട്ടക്സിലേക്ക് മാറ്റിയതാണ് ആക്കിയിട്ട്. ഒരു മിനിറ്റ് ആയിട്ട് ഞാൻ എൻ്റെ എന്താണെന്ന് വെച്ചാൽ കണ്ട സാധനങ്ങൾ വേണ്ടില്ലേ, അതുകൊണ്ടാണ്. ഹാർട്ട് പറഞ്ഞു. നമ്മൾ നല്ലൊരു ഐഡിയ ഉണ്ട് ഗൈസ്. സത്യം പറയാം, നമ്മൾ ബുദ്ധി പ്രയോഗിക്കാൻ പോകണം. സെറ്റിങ്സ് എടുക്കുക, എന്നിട്ട് പീസ്ഫുൾ ആക്കുക, എന്നിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ ഇതിലൊക്കെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സുഗമ ഹിന്ദി പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാം. നമ്മളിങ്ങനെ എടുക്കാനുള്ള ഉപകാരങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഉപകാരങ്ങളും ഉണ്ട്. ഒന്നാമത്തെ ഉപകാരമാണ് ഉപകാരം, രണ്ടാമത്തെ ഉപകാരമാണ് ഉപകാരം 2, മൂന്നാമത്തെ ഉപകാരമാണ് പിക്കാക്സ് ഉപകാരം, നാലാമത്തെ ഉപകാരമാണ് നിങ്ങളുടെ വീടിനടുത്തെങ്കിലും എവിടെയെങ്കിലും റേഷൻ കട ഉണ്ടെങ്കിൽ അവിടെ 1 കിലോ ബുദ്ധിക്ക് എത്ര വില ചോദിക്കും. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ബുദ്ധി ഇല്ലതാണ്. ഞാൻ റേഷൻ കടയിൽ പോയി അന്വേഷിച്ച് നോക്കി. ഒരു പറഞ്ഞ റേഷൻ കടയിൽ പോയാൽ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധി കിട്ടുന്നു. ഞാൻ എൻ്റെ റേഷൻ കടയിൽ പോയി ചോദിച്ചു നോക്കി, എനിക്ക് ബുദ്ധി കിട്ടിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കുക, എന്നിട്ട് അതിന് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരിക. ഞാൻ ബുദ്ധി ഉണ്ടാവും പോയി നോക്കിയിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ വിവരവും ഇല്ല ഇറങ്ങണേ. വിവരവും റേഷൻ കടയിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. വരുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. ഞാൻ മുകളിൽ രായാൻ കണ്ടിക്കണേ. പിന്നെ ഇതിൻ്റെ മുകളിലും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മുടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ചോദിച്ചിട്ടുണ്ട് ആരില്ലേ. ടെലിഗ്രാമിൽ ഞാൻ നല്ലൊരു ബോട്ട് കണ്ടെത്തി. ബോട്ടല്ല, അത് സാധായിട്ടാണ്, കുറേ ബാൻ കിട്ടിയതാണ്. അപ്പം അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ആവുമോ എന്നൊരു പേടിയുണ്ട്. ഞാൻ എന്തായാലും പറയുന്നില്ല. ഞാൻ വേറൊരു ബോട്ടുണ്ട്, ഞാൻ എങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ബോട്ട് ബാൻ അയക്കണം. അപ്പോൾ പുതിയൊരു ബോട്ട് വരുന്നുണ്ട്, അനൗൺസ് ചെയ്തിരിക്കണേ. അപ്പം ആ ബോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബോട്ട് നല്ല ബോട്ട്, തിയേറ്ററിൽ ഓടാത്ത സിനിമകളൊക്കെയാണ്. സിനിമയൊന്നും കിട്ടില്ല കേട്ടോ. ഓൺലി സീരീസ്, ആനിമി സീരീസ്, ടൈപ്സ് ഓഫ് ആനിമി സീരീസ്. പിന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊരു വഴിയുണ്ട്. പ്ലേ സ്റ്റോറിൽ നോൺ ആനിമി എന്ന് അടിച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരെണ്ണം കിട്ടും. അതുകൊണ്ട് ഗോസ്റ്റ് ബ്ലോക്കാണ്, അതെനിക്ക് മാത്രമേ ബഗ് റോക്കിൽ വെക്കാൻ കഴിയുള്ളൂ. അത് കുറച്ചെങ്കിലും അപ്പിയർ ആവുള്ളൂ. അതുകൊണ്ട് വേറെ ആരെയും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂക്കും പടയിൽ ചത്തുപോകും. വെള്ളം അടിയിലിട്ടാൽ നോക്കും, പക്ഷെ നിൽക്കാനില്ല. എനിക്കല്ലേ കുറച്ച് ഇതൊക്കെ വേണം. പിന്നെ ഞാനൊരു കിച്ചൺ ഗിവ് അവേ കൊടുക്കണോ വേണ്ടതാണ്. ഒരു 50 സബ്സ്ക്രൈബർ ആയിട്ട് ഞാൻ ഡീമൺ സ്ലെയറിൻ്റെ ഇനോസുക്കത്തെ ഒരു കിച്ചൺ ഉണ്ട്. നല്ല കിച്ചണാണ്, സ്റ്റീലിൻ്റെയാണ് വരുന്നത്. നമ്മൾ കറക്കണത് അങ്ങനത്തെ ഇതാണ്. നിങ്ങൾക്ക് തരികയാണ്. 50 സബ്സ്ക്രൈബർ ആവുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ കൈവശത്തിലേക്ക് തരും. 50 സബ്സ്ക്രൈബർ ആവും. നിങ്ങളിപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 50 സബ്സ്ക്രൈബർ ആവും. എന്നിട്ട് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ എടുക്കും. പിന്നെ എന്നെ സെലക്ട് ചെയ്യും, അയച്ചു കൊടുക്കും സാധനം. അത്രയേ ഉള്ളൂ.
പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. പേര് യദു_YT_ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അവിടെ പറയുക. നിങ്ങൾക്ക് ഇന്നെ ട്രോൾ ചെയ്യുക. അങ്ങനെയൊക്കെ ലിഖിത്ത് പറയുക. സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. നമുക്ക് സമയം കണ്ടുപിടിക്കാണ്ട് നമുക്ക് ഷീപ്പിനെ പെട്ടെന്ന് നമുക്ക് സ്പീഡ് റൺ ചെയ്തിട്ടാണ് ഷീപ്പിനെ കണ്ടുപിടിക്കാൻ പോണത്. ഇറ്റ് ഈസ് സ്പീഡ് റൺ ഫൈൻഡിങ് ദ ഷീപ്പ്. സ്പീഡ് റൺ ചെയ്തിട്ട് നമ്മൾ ഷീപ്പിനെ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. സ്പീഡ് റൺ എങ്ങനെ സ്പീഡ് റൺ? അതിൻ്റെ കൂടെ ഫുഡ് വേണമെങ്കിൽ ഫുഡ് എടുക്കും. ക്രാഫ്റ്റിംഗ് ടേബിളിനോടൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വത്തക്ക പൊട്ടിക്കാനുള്ള വിവരം കിട്ടിയാണ്. പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് കിട്ടും. നമുക്ക് ഇവിടുന്ന് നല്ലൊരു ക്ലച്ച് കിട്ടുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ചാടുമ്പോൾ തന്നെ വെള്ളത്തേക്ക് ചാടുക. കിട്ടുകയല്ലേ കിട്ടു. പെട്ടെന്ന് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അവിടെ കയറി നല്ല എന്ത് സാധനം ഉണ്ടാക്കണ്ടേ. പിന്നെ ഇങ്ങനത്തെ സ്ക്വയർ കണ്ടില്ലേ, കിടില്ലേ. സെറ്റിങ്സിൽ കണ്ടപ്പോൾ നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കര ഉപകാരമായി. സാധനങ്ങളൊക്കെ എവിടെയാണ് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് ലൊക്കേഷൻ ചെയ്യാൻ. പിന്നെ ഞാൻ വീടുണ്ടാക്കാൻ ഇങ്ങനെ 10 പ്രാവശ്യം പൊട്ടിച്ചടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ സെറ്റിങ് എനിക്ക് പറഞ്ഞത് വേറെ ആരും വല്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുത്തനാണ്. പിന്നെ എനിക്ക് നല്ല കാര്യമായിട്ട് പറയാനുള്ള നല്ല സബ്സ്ക്രൈബുള്ളൊരു ഞാൻ എൻ്റെ ആദ്യ സബ്സ്ക്രൈബർ ഇനി വേറെ അക്കൗണ്ടിലാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്നേ ഉള്ളൂ. ഈ അക്കൗണ്ടിൽ ഞാൻ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ഞാൻ യൂട്യൂബിനും പിന്നെ എൻ്റെ ഫ്രണ്ടിനും മാത്രമാണ്. ഒരു എത്ര 2K സബ്സ്ക്രൈബറുള്ള ചങ്ങായി. ഞാൻ എൻ്റെ വീഡിയോസ് അങ്ങ് കാണലുമുണ്ട്. എൻ്റെ ലാസ്റ്റിൻ്റെ വീഡിയോ വന്ന് കണ്ട് കമൻറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയില്ല ഒരു യൂട്യൂബർ വന്ന് എൻ്റെ ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ഇടും പറഞ്ഞേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പേരിൻ്റെ വായിപ്പോൾ എന്താണ്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാളറിയാം, FX ഒഫീഷ്യൽ പറഞ്ഞിട്ട് ഒരാളാണ്. അത്യാവശ്യം നല്ല 2K സബ്സ്ക്രൈബർ ഉണ്ടാവാനും. ഞാൻ എന്തോ മൈൻക്രാഫ്റ്റ് SMB ആണ് എന്തോ തുടങ്ങേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയേക്ക്. ഒരു കൊണ്ട് പൊട്ടിയിട്ടുണ്ട്. കോയിനൊക്കെ കാണും. കോയിന് നാശം. നമ്മളിപ്പോൾ വെജാണ്. വെജായിട്ട് നമ്മളിപ്പോൾ ആട്ടിറച്ചിയും ബീഫൊക്കെ തിന്നുകയുള്ളൂ. നമ്മൾ അത്രയും സ്റ്റാൻഡേർഡ് ടീമായിട്ടുണ്ട്. ക്ലച്ച് കൂട്ടി കേസ് അതൊക്കെ ഒന്നുമല്ല. എൻ്റെ സ്പ്രിങ് ഇതൊന്നും വർക്കാവാത്തതാണ്. പെട്ടെന്നാവൂലേ വർക്കാവാത്തതാണ്. എന്താ പറയുക, നായ്ക്കളൊക്കെ വെള്ളത്തേക്ക് ഇറങ്ങിക്കണേ. നീ എൻ്റെ മീറ്റ് കണ്ടിട്ടാണോ? ഇടയ്ക്കിട്ടുള്ള ഫീഡ് മോജയ്ക്ക് മീറ്റൊക്കെ നായ്ക്കളെ ഫീഡ് ചെയ്യണം. അതിലൊക്കെ വെക്കട്ടോ. ഉള്ള ഇത് മാത്രം എഗ്ഗ് മാത്രം സ്കൾട്ടറിന് അത്ര തന്നെ കൊല്ലണം. ഒരു ഉൾഫിന് എന്നെ ടേം ചെയ്തെടുക്കുമ്പോൾ എന്നെ കുറേ സമയം ഞാൻ എനിക്ക് വെറും എടുത്ത് 3 ബോണാണ്. 3 ചിലപ്പോൾ 5, 6 എടുക്കാനുണ്ട് ചിലപ്പോൾ ടേം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പൂച്ചയാണ് പെട്ടെന്ന് തന്നെ ടേം കേട്ടോ. പൂച്ച 2 മീൻ ഇട്ടാൽ മതി. 2 മീനോ 3 മീൻ ഇട്ടോ പെട്ടെന്ന് ടേം ആവും. മീനിനെ കിട്ടാനും വലിയ ബുദ്ധിമുട്ടില്ല. ചൂണ്ട ഉണ്ടാക്കിയാൽ മതി. ബട്ട് വൂൾഫിനെ ടേം ചെയ്യാൻ അതല്ലല്ലോ വേണ്ടത്. അതുതന്നെ നമുക്ക് ഷീപ്പിനെ കിട്ടി. നമ്മൾ ബെഡ് ഉണ്ടാക്കി. ഇനി നമുക്ക്
കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തപ്പുന്നത് വേറൊന്നുമില്ല, ഒരു കുറച്ച് ഉയരമുള്ള പ്ലേസാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. മലകേറി പോവല്ലേ, ഈ സ്ഥലം എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇത് രസമില്ലാണ്. അപ്പം ഈ സ്ഥലം എടുക്കുകയാണ്. അപ്പം ഗൈസ് 2 സീരീസ് ഉണ്ട് എനിക്ക്. ഒന്ന് മൾട്ടിപ്ലെയറും ഒന്ന് സിംഗിൾ പ്ലെയർ ആയിട്ടുള്ള. ഇത് സിംഗിൾ പ്ലെയർ സീരീസും പാർട്ട് 1 പാർട്ട് 2 ഇപ്പം തന്നെ വരുന്നേക്ക് കേട്ടോ, കുറച്ച് വരാൻ.